Namaskaram. Welcome to another episode of our Medi Talk show. Today we have with us Dr. Shibu George, Professor and Head of the Department at Kottayam Medical College. Welcome to the show, sir. It's an honor. Hi, sir. It's an honor to have you with us today. Thank you. Sir is our dear professor. Sir is a well-known, renowned entrance teacher for the medical entrance exam and a very beloved professor to all his students. Today we are going to talk on the topic allergy. എല്ലാവർക്കും ഏറെക്കുറെ സംശയമുള്ളൊരു വിഷയമാണ് അലർജി. അലർജിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സാറിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യം തന്നെ സർ, എന്താണ് അലർജി? അലർജിയുടെ എന്താ രോഗലക്ഷണങ്ങൾ? അലർജി എന്ന് പറഞ്ഞാൽ വെളിയിലുള്ള എന്ത് കാര്യവും ഏത് തരത്തിലുള്ള കാര്യവും നമ്മുടെ ശരീരത്തിനകത്ത് പോകുമ്പം ശരീരം കാണിക്കുന്ന നോർമൽ അല്ലാത്ത ഒരു റെസ്പോൺസാണ് അലർജി എന്ന് പറയുന്നത്. സാധാരണമല്ലാതെ അസാധാരണമായ ഒരു റെസ്പോൺസിനാണ് അലർജി എന്ന് പറയുന്നത്. അത് ഏത് തരത്തിൽ ശരീരത്തിന് പിടിക്കാത്ത കാര്യമാണെങ്കിലും ശരീരം അതിനെ വെളിയിലേക്ക് ചുരുക്കി പറഞ്ഞാൽ, അതായത് വളരെ വളരെ ബ്രിസ്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം അതിനെ വെളിയിലേക്ക് പിന്തള്ളി കളയാൻ ശ്രമിക്കുന്നു. ഇനിയൊന്നും പിന്തള്ളി കളയാൻ പറ്റിയില്ലെങ്കിൽ ശരീരത്തിന് അതിന് എതിരായി ശരീരത്തിൽ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നു. അതാണ് അലർജി എന്ന് പറയുന്നത്. പിന്നെ ഒരു ENT ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ രണ്ടുപേരും ENT ഡോക്ടർ എന്നുള്ള നിലയിൽ ENTയുമായി ബന്ധപ്പെട്ടുള്ള അലർജി ആകുമ്പോൾ വെളിയിൽ നിന്നുള്ള ഏറ്റവും സാധാരണമായി നമ്മുടെ ശരീരത്തിനകത്ത് വരാൻ സാധ്യതയുള്ള കാര്യം ഒന്ന് വായു. അപ്പോൾ വായുവിലൂടെ വരുന്ന കാര്യങ്ങൾ മൂക്കിനകത്ത് ആദ്യം വരുന്നത് കൊണ്ട് അലർജിയുടെ ലക്ഷണങ്ങളെല്ലാം കൂടുതലും മൂക്കിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അലർജിയുടെ രോഗലക്ഷണങ്ങൾ? അലർജി ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അലർജി ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്, അത് സത്യം പറഞ്ഞാൽ തിരിച്ചറിയുന്നതിനേക്കാളും അത് നമ്മളെ വിളിച്ച് പറയുകയായിരിക്കും ചെയ്യുന്നത്. അതായത് നമുക്ക് പിടിക്കാത്തൊരു കാര്യം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ശരീരം കാണിക്കുന്ന റിയാക്ഷനാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. കാണിക്കുന്ന ലക്ഷണങ്ങൾ മൂക്കിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ മൂക്കിനകത്ത് ചൊറിച്ചിൽ പോലെ ഉണ്ടാകുക. ആ ചൊറിച്ചിലിൻ്റെ അനന്തരഫലമായി തുമ്മൽ എന്ന് പറഞ്ഞാൽ 1-2 തുമ്മല, നിർത്താൻ പറ്റാത്ത ഒരു തുമ്മലുണ്ടാകുക. തുമ്മൽ കഴിഞ്ഞതിന് ശേഷം മുകിൽ തുടരെ മൂക്കൊലിക്കുക. പിന്നെ കുറേ നേരം ഇത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ പരിണത ഫലമായി പിന്നെ മൂക്കടഞ്ഞിരിക്കുക, 2 മൂക്കും അടഞ്ഞിരിക്കുക. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അതേ കഫം തന്നെ വായിലോട്ട് വരിക. അതിൻ്റെ ഭാഗമായി വായിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ, ഇതെല്ലാം അലർജിയുടെ ലക്ഷണങ്ങളായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. ഇത് കൂടിക്കഴിഞ്ഞാൽ കാലക്രമേണ നമുക്ക് അതേ അലർജി തന്നെ ശരീരത്തിനകത്തേക്ക്, അതായത് നമ്മുടെ ശ്വാസകോശത്തിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ കാലക്രമേണ ആളുകൾക്ക് ആസ്മയായിട്ടും ഇത് പരിണത ഫലമായി സംഭവിക്കാവുന്നതാണ്. അപ്പോൾ മിക്കവാറും രോഗികൾ വന്ന് ചോദിക്കുന്നൊരു ചോദ്യം, അലർജി ക്യൂറബിൾ ആണോ? ക്യൂറബിൾ ആണോ എന്ന് അഞ്ജന ഉദ്ദേശിച്ചത് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണോ എന്നാണെങ്കിൽ ചികിത്സിച്ച് നമുക്ക് കുറേയൊക്കെ നിയന്ത്രണത്തിൽ വെക്കാവുന്നതേ ഉള്ളൂ. ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും എന്ന് എനിക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. കാരണം അത് ഒരു ശരീരത്തിൻ്റെ ലക്ഷണമാണ്. ഈ ശരീരത്തിൻ്റെ ലക്ഷണം നമുക്ക് ഇന്നേറ്റായിട്ട്, അതായത് നമ്മളിൽ തന്നെ ഉള്ള കാര്യം അതില്ലാതാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് നിയന്ത്രണത്തിൽ വെക്കാൻ സാധിക്കും. അത് മരുന്നിൽ കൂടെ ആയാലും ബാക്കിയുള്ള നടപടികൾ കൂടെ ആണെങ്കിലും നിയന്ത്രണത്തിൽ വെക്കാൻ സാധിക്കും. അപ്പോൾ ഈ സാധാരണമായും സർ പറഞ്ഞ ഈ അലർജൻസ് അല്ലെങ്കിൽ ഈ അലർജി ഉണ്ടാക്കുന്ന കോമൺ അലർജൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരുമോ? അതെ, അലർജൻസിനെ ഇപ്പം നമുക്ക് 2ആയി വേണമെങ്കിൽ തരംതിരിക്കാം. അതായത് ഇൻ്റർമിറ്റൻ്റായിട്ട് അലർജി ഉണ്ടാക്കുന്ന, അതായത് ഇടവിട്ട് അലർജി ഉണ്ടാക്കുന്ന അലർജൻസും തുടർച്ചയായി അലർജി ഉണ്ടാക്കുന്ന അലർജൻസും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ശരീരവുമായി കോണ്ടാക്റ്റ് വരുന്ന കാര്യങ്ങളാണ് ഈ അലർജി ഉണ്ടാക്കുന്നത്. അപ്പം ഇൻ്റർമിറ്റൻ്റായിട്ട്, ഉദാഹരണത്തിന് നമ്മൾ പൂമ്പൊടി എന്ന് പറഞ്ഞാൽ വർഷത്തിൽ എല്ലാ സമയത്തും പൂമ്പൊടി ഉണ്ടാകണമെന്നില്ല. പൂവുകൾ പോളിനേറ്റ് ചെയ്യുന്ന സമയത്താണ് പൂമ്പൊടി ഉണ്ടാകുന്നത്. ആ പൂമ്പൊടി ഉണ്ടാകുന്ന സമയത്ത് ഇൻ്റർമിറ്റൻ്റായിട്ടും അലർജി ഉണ്ടാകുന്നു. അതേസമയം നമ്മുടെ വീടിനകത്ത് തന്നെ കാണപ്പെടുന്ന പൊടിയുമായി ബന്ധപ്പെട്ട്, ഹൗസ് ഡസ്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അലർജൻസ് നമുക്ക് വർഷത്തിൽ മുഴുവൻ അലർജി ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന് അതിനകത്ത് പ്രാണികൾ, ഹൗസ് ഡസ്റ്റ് മൈറ്റ്, ഇൻസെക്ട്സിൻ്റെ മുകളിലുള്ള, പ്രാണികളുടെ മുകളിലുള്ള, സ്കെൽട്ടൻ്റെ മുകളിലുള്ള ചെറിയ ആൻറ്റിജൻസ്, അത് നമുക്ക് വർഷത്തിൽ മുഴുവൻ അലർജി ഉണ്ടാകുന്നു. ഏറ്റവും സാധാരണമായി കാണപ്പെടുന്ന അലർജൻസ് ഒന്ന് ഗ്രാസ് പോളനും, അതായത് സസ്യങ്ങളുടെ മുകളിലുള്ള പോളനും, പിന്നെ ഹൗസ് ഡസ്റ്റ് മൈറ്റ്, അതായത് ഡസ്റ്റിൽ കാണപ്പെടുന്ന പ്രാണികളുടെ മുകളിലുള്ള എക്സോസ്കെൽട്ടനുമാണ്. പിന്നെ ഫുഡിലൂടെയും അലർജി ഉണ്ടാവുമോ? നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മുടെ ശരീരത്തിൽ പോകുന്ന എന്ത് കാര്യത്തിൽ, അകത്തേക്ക് പോകുന്ന എന്ത് കാര്യത്തിലും നമുക്ക് അലർജി ഉണ്ടാക്കാം. ഫുഡിൽ കൂടെ നമുക്ക് അലർജി ഉണ്ടാക്കാം. പിടിക്കാത്ത ഫുഡ് അകത്തേക്ക് ചെന്നാൽ നമ്മുടെ ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ട അവയവങ്ങളിലാണ് അലർജി പ്രത്യക്ഷപ്പെടുന്നത്.
അപ്പോൾ ഈ അലർജി ടെസ്റ്റ് ഇപ്പോൾ കുറേ പേഷ്യൻസ് ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എത്ര ആക്യുറേറ്റ് ആണ്, അത് യൂസ്ഫുൾ ആണോ അലർജി കണ്ടുപിടിക്കാൻ? അലർജി ടെസ്റ്റിംഗ് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ യൂസ്ഫുൾ ആണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതിനകത്ത് ചെറിയ പിറ്റ്ഫോൾസ് ഉണ്ട്. അതായത് അതിനകത്ത് നമുക്ക് പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അലർജി ടെസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് കാണുന്ന അലർജൻസ്, അതായത് നമ്മുടെ സമൂഹത്തിൽ രോഗി കോണ്ടാക്റ്റ് വരുന്ന അലർജൻസിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് എടുത്ത് അത് നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിന് ശരീരത്തിൽ ഒരു റിയാക്ഷൻ ഉണ്ടാകുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് കൊമേഴ്സ്യലി അവൈലബിൾ ആയിട്ടുള്ള അലർജൻസിന് മാത്രമേ ഇത് ബാധകമാകുന്നുള്ളൂ. പക്ഷേ ഇത് അല്ലാത്ത അലർജൻസ് നമുക്ക് ഉദാഹരണത്തിന് വെളിയിലൊക്കെയാണ് ഒരു അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാൾക്ക്, അവിടെ പൊല്യൂഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇത്രയധികം പൊല്യൂഷൻ ഇല്ല. അവിടെ പൊല്യൂഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. കുറച്ചുകൂടെ നല്ല സാഹചര്യത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അലർജൻസ് തുലവും കുറവായിരിക്കും. ഇവിടെ അലർജൻസ് കൂടുതലായതുകൊണ്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് അലർജിക് എക്സ്ട്രാക്റ്റ് കൊണ്ട് നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന അലർജനോട് അലർജി ഉണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കോണ്ടാക്റ്റ് വരുന്ന അലർജനോട് അലർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അലർജിയുടെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് സർ? വാട്ട് ആർ ദ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഫോർ അലർജി? ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിൽ ആദ്യത്തെ ഓപ്ഷൻ ഒട്ടും പ്രാക്ടിക്കൽ അല്ല. പക്ഷേ അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. പ്രാക്ടിക്കൽ അല്ലാത്ത ഓപ്ഷനാണ് അവോയ്ഡൻസ്, അതായത് അലർജി ഉള്ള കാര്യത്തിനെ അവോയ്ഡ് ചെയ്ത് നടക്കുക. ഇത് പക്ഷേ ഒട്ടും പ്രാക്ടിക്കലല്ല. ഒട്ടും പ്രാക്ടിക്കൽ എന്ന് പറയുന്ന കാര്യം, നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ ശരീരവുമായി അലർജൻസിന് കോണ്ടാക്റ്റ് വരാതെ ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അല്ലെങ്കിൽ പണ്ടാരോണ്ട് പറഞ്ഞതുപോലെ സ്പേസ് ഷൂട്ടിനകത്ത് അല്ലെങ്കിൽ അതുപോലൊരു ഗ്ലാസ് ഹൗസിനകത്ത് നമുക്ക് ജീവിക്കേണ്ടി വരും. അവോയ്ഡൻസ് ആണ് ഏറ്റവും നല്ലത്. നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ രോഗികളെല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണ് എനിക്ക് അലർജി ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴിയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഒരു അകലം പാലിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് നമ്മൾ ഒരു മുറിയിൽ കിടന്നുറങ്ങുന്നു. എല്ലാ ദിവസവും ആ മുറിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് വൈകിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാകുന്നു. പകലൊന്നും ഒരു കുഴപ്പമില്ല. ആ മുറിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ മുറിയിൽക്കകത്ത് എനിക്ക് പ്രശ്നമുള്ളതെന്ന കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഫാൻ കറങ്ങുന്നു. ആ ഫാനിൻ്റെ ലീഫിനകത്തുള്ള ഡസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മിനിമം നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ മുറിയിലെ കട്ടനകത്തുള്ള പ്രോബ്ലം, ആ കട്ടൻ നമുക്കെടുത്ത് കഴുകി വൃത്തിയാക്കാൻ പറ്റും. കാർപ്പറ്റ് ആണെങ്കിൽ കാർപ്പറ്റ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ഒരു പരിധി വരെ അലർജി കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുകൊണ്ട് മാത്രമാണ് നമുക്ക് അലർജി ഉണ്ടാകുന്നത്, ഇത് മാത്രമേ നമുക്ക് അലർജൻ ആയിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവോയ്ഡൻസ് മാറി നടക്കുക എന്നുള്ളത് അത്ര പ്രാവർത്തികമല്ല. പിന്നെ രണ്ടാമത് അലർജിക്കെതിരായിട്ടുള്ള മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ്. അലർജിക്കെതിരായിട്ടുള്ള മരുന്നുകൾ ആൻറ്റി അലർജിക് മെഡിക്കേഷൻസ്, ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളുമുണ്ട്, മൂക്കിനകത്ത് ഉപയോഗിക്കുന്ന മരുന്നുകളുമുണ്ട്. ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളെക്കാളും ഒരുപക്ഷെ കൂടുതൽ എഫക്റ്റീവ് മൂക്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന സ്പ്രേസ് ആയിരിക്കും. കാരണം അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നുള്ള നിലയിൽ അത് കുറച്ചുകൂടെ നല്ല ആക്ഷൻ നമുക്ക് തരുന്നു. നേസൽ സ്പ്രേസിൽ എത്രമാത്രം എഫക്റ്റീവ്നെസ് കണ്ടിട്ടുണ്ട് സർ? നേസൽ സ്പ്രേസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റിറോയിഡ് നേസൽ സ്പ്രേസ് ആണ്. സ്റ്റിറോയിഡ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സ്റ്റിറോയിഡ് എന്തോ വലിയ പ്രശ്നമാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ മൂക്കിലടിക്കുന്ന സ്റ്റിറോയിഡ് എന്ന് പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന സ്റ്റിറോയിഡിനേക്കാളും കമ്പാരിറ്റീവ്ലി ശക്തി കുറഞ്ഞതും മൂക്കിൽ മാത്രം ഉപയോഗിക്കേണ്ടതുമാണ്. സാധാരണഗതിയിൽ അത് മൂക്കിലടിച്ചു കഴിഞ്ഞാൽ അതിൽ മൂക്കിൽ തന്നെ നിൽക്കുകയും നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകളാണ് ഇതിന് ഉപയോഗിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് മൊമെറ്റസോൺ അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലൂട്ടിക്കസോൺ, ഈ മരുന്നുകൾ നമ്മൾ മൂക്കിൽ മാത്രമേ അതിൻ്റെ ആക്ഷനുള്ളൂ, ബാക്കി സ്ഥലങ്ങളിൽ ആക്ഷൻ ഇല്ലാത്ത മരുന്നുകളാണ്. ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകാറുള്ളൂ. പക്ഷേ നമ്മൾ ഏത് മരുന്ന് ഉപയോഗിക്കുമ്പോഴും ആ മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണവും ദോഷവും നോക്കിയിട്ട് ഗുണം ദോഷത്തിനേക്കാൾ നല്ലതാണെങ്കിൽ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്പ്രേസ് ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ കുട്ടികൾ വരുമ്പോൾ മാതാപിതാക്കളുടെ ആശങ്ക എപ്പോഴും അതാണ്, നമുക്ക് നേസൽ സ്പ്രേസ് സേഫ് ആണോ, എത്രമാത്രം അല്ലെ എത്ര നാളത്തേക്ക് നമുക്ക് സേഫായി കുട്ടികളിൽ നേസൽ സ്പ്രേ ഉപയോഗിക്കാൻ പറ്റും? അത് വളരെ അർത്ഥവത്തായ ഒരു ആശങ്ക തന്നെയാണെന്ന് പറയാം. കാരണം കുട്ടികളിൽ മൂക്കിലടിക്കുന്ന സ്റ്റിറോയിഡ് സ്പ്രേസ് പൂർണ്ണമായും സേഫാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേകൾ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഒരു പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. പക്ഷേ 2 വയസ്സിൽ മുകളിൽ സാധാരണയുള്ള പഠനങ്ങളിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി എപ്പോഴും ബോധവാനാകുകയും ഡോക്ടർ അത് രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും പേരൻസ് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പേരൻസ് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്.
പിന്നെ ഈ ന്യൂവർ മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ കേട്ട് വരുന്നൊരു കാര്യമാണ് ഇമ്മ്യൂണോതെറാപ്പി. അതിനെപ്പറ്റി സർ ഒന്ന് പറയാമോ? ഇമ്മ്യൂണോതെറാപ്പിയുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മുടെ ശരീരം ഒരു കാര്യവുമായിട്ട് നമ്മുടെ ശരീരത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ആ കാര്യം കുറേശ്ശെ നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്ത് ആ ശരീരത്തിനെ ആ കാര്യവുമായിട്ട് ഇമ്മ്യൂണോജനിക് ടോളറൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഐഡിയ. അപ്പം നമുക്ക് ഒരു അലർജി ഉണ്ടെന്ന് വെച്ചോളൂ. നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഹൗസ് ഡസ്റ്റ് മൈറ്റ് അലർജി ഉണ്ട്. ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റിൻ്റെ എക്സ്ട്രാക്റ്റ്, അതായത് നമുക്ക് വെളിയിൽ കൊമേഴ്സ്യലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എക്സ്ട്രാക്റ്റ് കുറേശ്ശെ നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് അത് നമ്മുടെ ശരീരവുമായി താതാമ്യം പ്രാപിക്കാൻ ശ്രമിക്കുന്നതാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. ഇമ്മ്യൂണോതെറാപ്പി ശരിക്കും അത് വളരെ ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അതായത് ഈ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ അതിനുമായി അലർജി ഇല്ലാതാകുകയാണെന്നുണ്ടെങ്കിൽ അത് 100% എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരുമാതിരിപ്പെട്ട ആളുകൾക്കെല്ലാം മൾട്ടിപ്പിൾ അലർജൻസ്, പല അലർജൻസ് ഉള്ളതുകൊണ്ട് ഈ സ്റ്റാൻഡേർഡായിട്ടുള്ള അലർജിക് എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരാളെ ഇമ്മ്യൂണോതെറാപ്പി ചെയ്ത് അയാൾക്ക് അതിന് അലർജി ഇല്ലെന്നാക്കി കഴിഞ്ഞാൽ പോലും വേറെ അലർജൻസിന് അയാൾക്ക് അലർജി കാണുകയും അതേ സിംറ്റംസ് അയാൾക്കുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പലപ്പോഴും ആളുകൾ ആലോചിക്കും, ഞാൻ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് എനിക്ക് പിന്നെയും സിംറ്റംസ് ഉണ്ടാകുന്നുണ്ടല്ലോ എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. വളരെ ലിമിറ്റഡായിട്ട് അലർജൻസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി വളരെ എഫക്റ്റീവാണ്. അതിലെന്തെങ്കിലും റിസ്കുകളുണ്ടോ സർ? അതാണ് വേറെ പേഷ്യൻസ് ചോദിക്കുന്നത്. റിസ്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം നമ്മുടെ ശരീരം വേറെ വെളിയിൽ നിന്ന് വരുന്ന ഒരു കാര്യവുമായിട്ട് പ്രതികരിക്കുന്നതാണല്ലോ അലർജി എന്ന് പറയുന്നത്. അപ്പം ഈ പ്രതികരിക്കുന്നത് സാധാരണ ഇതിൽ വളരെ മൈൽഡായിട്ടായിരിക്കും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ചില ആളുകളിൽ ഈ പറയുന്ന വെളിയിൽ നിന്നുള്ള ഏത് കാര്യത്തിനോടും ശരീരം അകാരണമായി പ്രതികരിക്കാം. ഇതാണ് എക്സാക്ട്ലി പല മരുന്നുകളിലും സംഭവിക്കുന്നത്. പലപ്പോഴും ആളുകൾ പറയും, ഇന്ന മരുന്ന് കുത്തിവെച്ചു, പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടായി, ആൾക്ക് ഇങ്ങനെ സംഭവിച്ചു, മരിച്ചുപോയി. ഇതെല്ലാം സംഭവിക്കുന്നത് ആ ഒരു അലർജനോട് ശരീരം അകാരണമായി പ്രതികരിക്കുന്നതാണ്. അത് ആരുടെ ശരീരം എങ്ങനെയൊക്കെ അകാരണമായി പ്രതികരിക്കുമെന്നുള്ളത് നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതേ പ്രോബ്ലം ഇമ്മ്യൂണോതെറാപ്പിയിലുണ്ട്. ഒരുപക്ഷെ ചിലർക്ക് ചെറിയ റിയാക്ഷൻ, ചെറിയതല്ല വലുതുമായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ സാധ്യത പിന്നെയും നമ്മൾ ആ റിസ്ക്കും ബെനിഫിറ്റും തമ്മിൽ തട്ടിച്ച് നോക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ഭയങ്കര അലർജിയാണ്, ഈ അലർജിയായിട്ട് ഭയങ്കരമായിട്ട് ആസ്മയായിട്ട് അയാൾ സ്ഥിരം ICUവിലാണ്, ഇടയ്ക്കിടയ്ക്ക് ICUവിൽ നിന്ന് വെളിയിൽ വരുന്നു, പിന്നെ അലർജി ഉണ്ടാകുന്നു, ആസ്മ ഉണ്ടാകുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ റിസ്ക് നോക്കുകയല്ല ചെയ്യുന്നത്. ആ ആസ്മ കാരണം ശരീരത്തിൽ ലൈഫിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അതിൻ്റെ എക്സ്ട്രീം, അതായത് ഇത്രയും റിസ്ക് ഉണ്ടെങ്കിൽ പോലും, ഈ പറയത്തക്ക റിസ്ക് ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളും ബെറ്റർ ബെനിഫിറ്റ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം അലർജിനെ പറ്റി വിവരങ്ങൾ പങ്കിട്ട് നമ്മളുടെ സാധാരണ ഡൗട്ട്സ് വരുന്നതെല്ലാം ക്ലിയർ ചെയ്ത് അലർജിയെ പറ്റി സംസാരിച്ചതിന് നമുക്ക് ഡോക്ടർ ഷിബു ജോർജ് സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു അഞ്ജന. Dr. Anjana's ENT and Super Speciality Center, Kakinad, where healthcare transcends boundaries.